എല്ലാവർക്കും നമസ്കാരം. 30 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിലെ 1-ാം ദിവസത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പണം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കാത്തത് എന്നതിൻ്റെ യഥാർത്ഥ കാരണത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കുന്നില്ലേ? സാലറി വരുന്നുണ്ട്, ബിസിനസ് പേയ്മെന്റ് വരുന്നുണ്ട്, ചിലപ്പോൾ അൺഎക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അതേ അവസ്ഥ നമ്മളിൽ വരുന്നു. വീണ്ടും അതേ ടെൻഷൻ, വീണ്ടും അതേ ഷോർട്ടേജ്, വീണ്ടും പണമെവിടെ പോയി എന്ന ചോദ്യം. ഈ സംഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് താഴെ ടൈപ്പ് ചെയ്തോളൂ. യെസ്, പോരട്ടെ. അനുഭവിക്കുന്നവർ മാത്രം പേര് എഴുതിയാൽ മതി, അല്ലാത്തവർ എഴുതണമെന്നില്ല. നോക്കൂ, ഇവിടെ പലരും പറയുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് സാലറി കുറവാണ്, എക്സ്പെൻസ് കൂടുതലാണ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, ഭാഗ്യമില്ല, കാലം വളരെ മോശമാണ്. ഇതൊക്കെ ശരിയായ കാരണങ്ങളായിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ആരും പറയാത്ത ഒരു മറഞ്ഞിരിക്കുന്ന കാരണമുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. ഇതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തത് പലപ്പോഴും പണത്തിൻ്റെ പ്രശ്നമാണോ, അല്ല പണത്തെ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നമാണോ എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. പുതിയതായിട്ട് ഈ ചാനലിൽ കയറി വരുന്നവർ, പുതിയതായി നമ്മൾ ക്ലാസ്സിൽ വരുന്നവർക്കുള്ള മറുപടി, പണം എൻ്റെ കയ്യിൽ നിൽക്കാത്തത് ചെലവുകൾ കൂടിയത് കൊണ്ടാണ് എന്ന്. ഞാൻ കൈകാര്യം ചെയ്യുന്നതിൻ്റെ വിഷയത്തെ പറ്റി അവർ സമ്മതിക്കേയില്ല. ഇപ്പം ഞാനതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഒറ്റയടിക്ക് പറയുന്നില്ല. കാരണം ഈ 30 ദിവസത്തെ ചലഞ്ച് അത് ഈ പാറ്റേണിനെ തുറന്നു കാണിക്കാനുള്ളൊരു യാത്രയാണ്. ഇന്ന് നമ്മളൊന്ന് വാതിൽ മാത്രം തുറക്കാം, ബാക്കി വാതിലുകൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പണം വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാമോ? അത് സന്തോഷമാണോ അല്ലെങ്കിൽ ടെൻഷനാണോ? സ്വയം വിശകലനം ഒന്ന് ചെയ്യുക. സന്തോഷമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ സന്തോഷം ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, കമൻറ്റിൽ സന്തോഷം ഒന്ന് ടൈപ്പ് ചെയ്തോളൂ ഇപ്പം തന്നെ. അല്ല, സമാധാനവും സന്തോഷം അത് ഏതായാലും നമുക്കൊന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ടെൻഷനാണ് വരുന്നതെങ്കിൽ പണം കയ്യിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ്? സത്യസന്ധമായിട്ട് തന്നെ മറുപടി പറയാവോ? കാരണം ഇത് നമ്മളെ ബോധിപ്പിക്കാനായിട്ട് നിങ്ങൾ ഒരു മറുപടിയും പറയേണ്ടതില്ല. അവനവനെ ഈ ചലഞ്ചിന്റെ പ്രത്യേകത തന്നെ നിങ്ങളെ അവനവനെ മാറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എനിക്കിതിനകത്ത് നിങ്ങളതോടെ കമൻറ്റ് ചെയ്തതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല. നിങ്ങൾ അവരവർ കമൻറ്റ് ചെയ്യുമ്പോൾ അവരവരുടെ സത്യാവസ്ഥ അവർ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവ് മാത്രമാണ്. അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളെയാണ് ഞാൻ പറയുന്നത്. അത് സമാധാനമാണോ, സന്തോഷമാണോ, അല്ല ടെൻഷനാണോ എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പണം വരുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും മതിയാവത്തില്ല, എനിക്ക് വന്ന പോലെ അങ്ങ് തീരും. ഓ, ഇതിൽ നിന്ന് ഇനി എന്തൊക്കെ അടക്കണം, ഇനി അടുത്ത മാസം ഞാൻ എന്ത് ചെയ്യുമോ എന്തോ. അപ്പോ ശ്രദ്ധിക്കുക, പണം വന്നിട്ടും മനസ്സ് വീണ്ടും ദാരിദ്ര്യത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഒന്നുകൂടി അടിവരയിട്ട് പറയാം, പണം നമ്മുടെ കയ്യിൽ വന്നിട്ടും നമ്മൾ ദാരിദ്ര്യത്തിനെ പറ്റിയിട്ടാണ് പിന്നെയും ചിന്തിക്കുന്നതെങ്കിൽ, സമ്പത്തിനെ പറ്റി നമുക്കവിടെ ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു വിഷയം എവിടെയുണ്ടല്ലോ അല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പണം കയ്യിൽ നിൽക്കാത്തത് പണത്തിൻ്റെ പ്രശ്നമാണോ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണോ എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഒന്ന് സ്വയം വിശകലനം ചെയ്തു നോക്കൂ.
നമ്മൾ ഭയത്തിൻ്റെ അവസ്ഥയിൽ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭയപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി മാറിയിട്ടുണ്ടോ? ഓരോന്നും വിശകലനം ചെയ്യണ്ട കേട്ടോ, ചെയ്യേണ്ട കാര്യങ്ങളാണ്. പണത്തിൻ്റെ കാര്യത്തിൽ മറ്റ് വലിയ സംഭവിക്കും. ഭയത്തിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ അൺനെസസറി സ്പെൻഡിങ് എന്നതിലേക്ക് മാറും. പലപ്പോഴും ഇതൊരു പാനിക് പേയ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്ത ട്രാൻസ്ഫറിങ് ആവാം. ചിലപ്പോൾ സ്വന്തം ആവശ്യങ്ങൾ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് കിട്ടുന്ന പണം ചിലവഴിക്കുമ്പോൾ നമുക്ക് കുറ്റബോധമായിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നോക്കിയേ. യെസ് ഓർ നോ? ശരിയാണോ തെറ്റാണോ? ശരി എന്ന് പറഞ്ഞ് ശരി എന്ന് ടൈപ്പ് ചെയ്തോളൂ, തെറ്റാണെന്ന് തെറ്റാന്ന് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഇത് വളരെ ഡീപ്പായ ഒരു കാര്യമാണ്, പക്ഷേ സിമ്പിളായി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലേ? എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ, ശരിയാണ് തെറ്റാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. നമ്മുടെ ഇംഗത്തിനേക്കാൾ മുമ്പ് നമ്മളുടെ മണിയുടെ റിയാക്ഷനാണ് മാറേണ്ടത്. ഇതാണ് പലരും മിസ്സാവുന്നൊരു കാര്യം. എല്ലാവരും കൂടുതൽ പണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ പണം വന്നാൽ അതിന് സ്വീകരിക്കാൻ, സൂക്ഷിക്കാൻ, വളർത്താൻ, ഉപയോഗിക്കാൻ മനസ്സ് ട്രെയിൻഡ് ആണോ എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് സാലറി കിട്ടുന്നു. സാലറി കിട്ടിയ ദിവസം ചെറിയ സന്തോഷം, ഒന്ന് പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ലിസ്റ്റിംഗ് ഉണ്ടാക്കാൻ തുടങ്ങും. റെൻ്റ് അടക്കാനുണ്ട്, ലോണിൻ്റെ EMI ഉണ്ട്, സ്കൂൾ ഫീസ് ഉണ്ട്, വീട്ടിലെ എക്സ്പെൻസസ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റ് ഉണ്ട്, നാട്ടിലേക്ക് ഫാമിലിക്ക് അയച്ചു കൊടുക്കണം, മെഡിക്കൽ ബില്ല് അടക്കാനുണ്ട്, പെട്രോൾ അടിക്കണം, സോ ഓൺ. ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ സാലറി വന്ന സന്തോഷത്തോടെ ബാക്കി ഉണ്ടാവുമോ? ഭയം മാത്രം ബാക്കി. അപ്പോൾ ആ വ്യക്തി എന്ത് സംഭവിക്കും? പണം ചെലവാക്കുന്നത് പിന്നെ ക്ലാരിറ്റിയിൽ നിന്നല്ല, ഭയത്തോടു കൂടിയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ പണം ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള ഭയമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഈ ചോദ്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ഇതിൻ്റെ ഉത്തരത്തിലാണ് നിങ്ങളുടെ മണി മാനിഫെസ്റ്റേഷൻ ജേർണി മുഴുവൻ തുടങ്ങുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ ടെക്നിക്സുകളൊന്നും അല്ല പറഞ്ഞു തരുന്നത്, പക്ഷെ ഒരു ബോധം നിങ്ങളിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, പണം വന്നാൽ എമൗണ്ട് മാത്രം നോക്കി നിൽക്കരുത്, നിങ്ങളുടെ ഇമോഷനെ നോക്കുക. പണം ചെലവഴിക്കുമ്പോൾ ബില്ല് മാത്രം നോക്കരുത്, നിങ്ങളുടെ ബോഡിയുടെ റിയാക്ഷൻസുകളെ നോക്കുക. പണം ചോദിക്കുമ്പോൾ സാഹചര്യം മാത്രം നോക്കരുത്, ഉള്ളിലുള്ള കുറ്റബോധത്തെയും അപകർഷതാബോധത്തെയും ഭയത്തെയും പറ്റി ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് മണി മാനിഫെസ്റ്റേഷൻ്റെ ആദ്യ പടി പണത്തെ വിളിക്കുന്നതല്ല, പണം വരുന്നതിനെ തടയുന്ന ആ ഇന്നർ റിയാക്ഷനെ തിരിച്ചറിയുന്നതാണ്. ഇത് മാറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ അകത്തെ റിയാക്ഷൻസിനെ മാറ്റേണ്ടതെന്ന് വളരെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ പ്രോസസ്സുകളായിട്ട്. അപ്പോൾ അടുത്ത 1-ാം തീയതി തന്നെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബാച്ചിലേക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. ഒന്നുകൂടി പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ റിയാക്ഷൻസിനെ ഒന്ന് തിരിച്ചറിയുക, അട്രാക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പണത്തെ അട്രാക്ട് ചെയ്യാനുള്ള വഴികളാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ ജേണി നമ്മൾ മണിയുടെ ബിലീഫ്സിനെ മാറ്റാനും സബ് കോൺഷ്യസ്ലിയായിട്ടുള്ള മൈൻഡിൻ്റെ പണത്തെ സ്വീകരിക്കുന്ന നമ്മുടെ പാറ്റേണുകളെ മാറ്റാനുമുള്ളതാണ്. അവിടെ നമ്മുടെ പണത്തെ ആകർഷിക്കാനുള്ള ആകർഷണം പഠിക്കും, അതൊക്കെ കൃത്യമായി ചെയ്തു പോകും. പണത്തെ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് സാധ്യമാകും.
ഡീറ്റെയിൽസ് നിങ്ങൾ അഡ്മിനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങൾ അതിനകത്ത് പറയും. നോക്കൂ, ഈ 30 ദിവസത്തെ ജേണിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മണി ബിലീഫ്സ് എവിടെ നിന്നാണ് വന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പണത്തെ സ്വീകരിക്കുന്നുണ്ടോ? നമ്മൾ പണം വന്നാൽ അത് എങ്ങനെയാണ് തള്ളിക്കളയുന്നത് അല്ലെങ്കിൽ ചെലവാക്കി കളയുന്നത്? നമ്മുടെ സ്വയം ബോധം അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ, നമ്മുടെ സ്വയം സെൽഫ് വാല്യൂ ഇംഗത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യമാണോ? നമ്മുടെ ചെലവാക്കുന്ന ഭയം, നമുക്ക് പണം ചെലവാക്കുന്ന ഭയമുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ പണത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ അല്ലെ പണത്തെ ഭയത്തോടെ കാണുന്നതാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് പറയാൻ സാധിക്കില്ലല്ലോ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ 30 ദിവസത്തെ ചലഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, ഞാൻ എൻ്റെ മണി പാറ്റേൺ തിരിച്ചറിയാൻ തയ്യാറാണ് എന്നുള്ളത്. നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ ഇത് വന്നിട്ട് കാര്യമുള്ളൂ. ഞാൻ എൻ്റെ മണി പാറ്റേൺ തിരിച്ചറിയാൻ തയ്യാറാണ്. ഈ വീഡിയോ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങൾ നാളെ നമ്മുടെ മാനിഫെസ്റ്റ് വിത്ത് ദിനേശ് മുങ്ങത്ത് എന്നുള്ള ചാനൽ കയറി വീണ്ടും കാണണം. കാരണം നിങ്ങളൊരു 10-15 മിനിറ്റ് നേരം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. പല കാര്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിലൂടെ മാറ്റങ്ങൾക്ക് വിധേയമാകും. ഞാൻ ഈ പറഞ്ഞ കമന്റ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനുള്ള ഒരു സിഗ്നൽ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് ഞാൻ ഇനി വെറും ബ്ലൈൻഡായിട്ട് ജീവിക്കില്ല, എൻ്റെ മണി ബിഹേവിയർ ഞാൻ ശ്രദ്ധിക്കാൻ പോവുകയാണ് എന്ന ഒരു ഡിക്ലറേഷൻ. റെഡി അല്ലല്ലേ? നിങ്ങൾ ചെയ്യുമല്ലോ, നിങ്ങൾക്ക് ആ ഡിക്ലറേഷൻ ആവശ്യമാണ്. അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു ഹോംവർക്ക് കൂടി നിങ്ങൾക്ക് നൽകാം. ശ്രദ്ധയോടിരിക്കുക. ഇന്ന് രാത്രി വരെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. നാളെ അടുത്ത സെഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നോക്കൂ, ഒരു നോട്ട് പുസ്തകം ഇന്നലെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതുക, ഡേ 2 എഴുതി വെക്കുക. പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഭയമാണോ പ്രതീക്ഷയാണോ? അപ്പൊ നോട്ട് ബുക്സിൽ നിങ്ങൾ എങ്ങനെ എഴുതുക, പണത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അനുഭവിക്കുന്നത് ഭയമാണ് അല്ലെങ്കിൽ പ്രതീക്ഷയാണ് എന്ന് വളരെ സത്യസന്ധമായി എഴുതണം. കാരണം ഭയമാണെങ്കിൽ ടെൻഷനാണെങ്കിൽ ടെൻഷൻ എന്നും, ഗിൽറ്റി ആണെങ്കിൽ ഗിൽറ്റ് എന്നും, കുറ്റബോധമാണ് കുറ്റബോധമെന്നും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ നിങ്ങൾക്ക് തോന്നുന്നത്, പ്രതീക്ഷയാണ് പ്രതീക്ഷ എന്നും, കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ എന്നും. കാരണം നാളത്തെ ക്ലാസ് നമ്മൾ ഇതിൻ്റെ റൂട്ടിനെ നോക്കി തുടങ്ങുന്നതാണ്. അപ്പം ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നാളെ മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ നാളെ സംസാരിക്കുന്നത് നമ്മുടെ മണിയെ പറ്റിയിട്ടുള്ള വിശ്വാസം ശരിക്കും നമ്മുടെ സ്വന്തം വിശ്വാസമാണോ അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ചെറുപ്പകാലത്തോ മറ്റോ ഇൻസ്റ്റാൾ ചെയ്ത വിശ്വാസമാണോ എന്ന് നമ്മൾ നാളെ ഒന്ന് പരിശോധിക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഷോക്ക് തോന്നാം അല്ലേ? കാരണം സ്വന്തം ഫൈനാൻഷ്യൽ ലൈഫ് സ്വന്തം ഡിസിഷൻ കൊണ്ടല്ല, തീരുമാനം കൊണ്ടല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർ കേട്ട വാക്കുകൾ കൊണ്ടാണ് ജീവിക്കുന്നത് പറഞ്ഞാൽ അത്ര കണ്ട് ആൾക്കാർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് സത്യം. അതാണ് യഥാർത്ഥം. നമ്മളുടെ വിശ്വാസം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത, സമൂഹത്തിൽ നിന്ന് കേട്ടറിഞ്ഞ വാക്കുകൾ, വീട്ടിൽ നിന്ന് കേട്ട വാക്കുകൾ, പരാജയത്തിൽ നിന്നുണ്ടായ സൈലന്റ് കൺക്ലൂഷൻസ്. ഇതാണ് നാളെ നമ്മൾ തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ 30 ദിവസത്തെ ജേണി സീരിയസ് ആയി തന്നെ, വീണ്ടും പറയുന്നു, ഇന്നലെ പറഞ്ഞ അതേ കാര്യം, സീരിയസ് ആയി തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. യൂട്യൂബ് വീഡിയോ നിങ്ങളെ ഇൻസ്പയർ ചെയ്യും. പക്ഷേ ഡെയിലി റിമൈൻഡർ, പ്രാക്ടീസ് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ ഡീപ്പർ സെഷൻസിൻ്റെ അപ്ഡേറ്റുകൾ, ഇതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകൾ, പെയ്ഡ് ലൈവ് ക്ലാസ്സുകൾ, വർക്ക് ബുക്സുകൾ, ഗൈഡഡ് മെഡിറ്റേഷനുകൾ, അഡ്വാൻസ് മണി റീപ്രോഗ്രാം മെത്തേഡ്സുകളൊക്കെ
നിങ്ങൾക്ക് അഡ്മിൻ മുഖാന്തരമായിരിക്കും കിട്ടുക. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കൂ, മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മൊത്തത്തിലുള്ള പണത്തെ പറ്റിയിട്ടുള്ള ചിന്താഗതികൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം. പണം വരാത്തത് എപ്പോഴും വരുമാനക്കുറവ് മാത്രം കൊണ്ടല്ല, ചിലപ്പോൾ പണം വരാനും നിലനിൽക്കാനും നിങ്ങളുടെ മനസ്സ് തയ്യാറല്ലാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യുക, ഞാൻ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളതിനൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് ആവശ്യമുള്ള ക്ലാസ് ആയിരുന്നു അത്, ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആൾക്കാർക്ക് അതൊന്ന് അയച്ചു കൊടുക്കുക. കാരണം പലരും പണത്തിനായി നെട്ടോട്ട് ഓടുന്നവരുണ്ട്. പക്ഷേ പണത്തെ തടയുന്ന പാറ്റേൺ അവർക്കുണ്ടെന്ന് അവർക്കറിയത്തില്ല എന്നതാണ് യഥാർത്ഥ വിഷയം. അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ആ മാറ്റത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. ഡോക്ടർ ദിനേശ് മുങ്ങത്ത് സൈനിങ് ഓഫ് നൗ. താങ്ക് യു വെരി മച്ച്. സി യു ആൾ. ക്ലാസ്സുകൾ നിങ്ങൾക്ക് നെക്സ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ആണ്. അതുപോലെ തന്നെ ഈ ശനിയാഴ്ച ഞായറാഴ്ചയും പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഹോപ്പനപ്നോ ഫോർ മണി മെഡിറ്റേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 10 മണിക്ക്, ശനി ഞായർ 2 ദിവസങ്ങളായിട്ട് നമ്മളെപ്പോഴും സ്പെഷ്യൽ മെഡിറ്റേഷനിൽ വെക്കുന്നത്. അതിൻ്റെ ഫീസ് അഡ്മിൻ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും പങ്കെടുക്കുക. കാരണം പണത്തെക്കുറിച്ചുള്ള ഒരുപാട് ഫൊർഗീവ്നെസ്, ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ഓപ്പൺ മെഡിറ്റേഷൻസിൽ കിട്ടിയതാണ്. പലർക്കും തെറ്റായ പണധാരണകളിൽ നിന്നും ഫൊർഗീവ്നെസ് ചെയ്തപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവർക്കുണ്ടായി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പണം അവർക്ക് പലർക്കും ലഭിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ വർഷങ്ങളായി കിട്ടാതെ കിടക്കുന്ന പണമൊക്കെ ഓപ്പൺ മെഡിറ്റേഷൻ ഫസ്റ്റ് ഡേ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, ഞാൻ 1ഉം 2ഉം പറഞ്ഞാൽ തീരുന്നതല്ല. നിങ്ങൾക്ക് ടെസ്റ്റിമോണിയിൽ പോയാൽ കാണാൻ പറ്റും, റീൽസിൽ പോയി ഷോർട്സിൽ പോയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അല്ലാതെ ഇതൊന്നെങ്കിലും മാജിക്കായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മളിലുള്ള ചില തെറ്റായ ധാരണകളെ നമ്മൾ മാറ്റുമ്പോൾ യൂണിവേഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നൽകും. അത് ജീവിതത്തിൽ വിജയത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അത് നിങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന അർത്ഥം മാത്രം എടുത്തുകൊണ്ട് 30 days മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിൽ നമ്മൾ 1ാം ദിവസം സക്സസ് ആയി പൂർത്തിയാക്കിയിരിക്കുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി. ആ എനർജിയിലേക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദിനേശ് കുമാർ സൈനിങ് ഓഫ് നൗ. താങ്ക് യു വെരി മച്ച്. ലവ് യു.